ഈ പാലയിലൊട്ട് ജയിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ നിൽക്കുകയാണ്. അവിടുന്ന് മാറിക്കൊടുക്കാൻ മാണി സി കാപ്പനും തയ്യാറാകത്തില്ല. അഥവാ മാറിയാൽ പോലും തന്നെ പരാജയപ്പെടുത്തുമെന്നുള്ള ഒരു ഭീതി ജോസ് കെ മാണിക്ക് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ജയിച്ചാൽ മന്ത്രിയായേ പറ്റൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് വലിയ സ്വാധീനവുമുണ്ട്. കത്തോലിക്ക നേതൃത്വം ഒരു ഇടപെടലോടുകൂടി കൂടുതൽ സീറ്റുകൾ കൊടുത്ത് ഇവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ ജോസ് കെ മാണി ഇപ്പോൾ തയ്യാറാകാതെ നിൽക്കുന്നത് ഈ ജയപരാജയം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. LDF ആണോ UDF ആണോ? കാരണം ഇപ്പോൾ LDFന് കനത്ത തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ പാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ UDFന് വലിയ തകർച്ച സംഭവിച്ചു. ഇനി ഇത് എങ്ങനെ ഏതു തരത്തിൽ മാറി മറിയും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വരെ ജോസ് കെ മാണി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ജോസ് കെ മാണി ഇപ്പോൾ നിൽക്കുന്ന പാളയം LDF ആണ്. CPMന്റെ നിയന്ത്രണത്തിലുള്ള മുന്നണിയിലാണ് നിൽക്കുന്നത്. CPMകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പാരം വലിച്ചിട്ട് പോയാൽ പിന്നെ തിരികെ പണി കൊടുക്കുകയും ചെയ്യും. എങ്ങാനും LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ജോസ് കെ മാണിക്ക് പണി കിട്ടുകയും ചെയ്യും. ജോസ് കെ മാണിക്ക് വഴിയാധാരമാകുമോ എന്നൊരു സംശയം